ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ എന്നത്തെ പോലെ ഇന്ന് നമ്മളൊരു സിമ്പിൾ ആയിട്ട് ഒരു എംബ്രോയിഡറി ചെയ്ത സാരിയാണ് കാണുന്നത്. അപ്പം ആ സാരിയിൽ എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുമ്പേ ആ സാരിയിൽ എവിടെയൊക്കെ ഡിസൈൻ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് കാണിക്കുന്നതിന് മുമ്പ് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് മുമ്പും ഞാൻ കാണിച്ചേക്കുന്ന എല്ലാ ഡിസൈൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസാണ്. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഡിസൈൻസ് ഒക്കെ എവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാവരോടും പറയണത് ആണ്, പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ എംബ്രോയിഡറി ഡിസൈൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണമെന്നില്ല. ചിലപ്പം ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ വെറും ഫ്ലവർ പാറ്റേൺ, അത് പെൻസിൽ ഡ്രോയിങ് ആയാലും മതി, ഫ്ലവർ പാറ്റേൺ എടുത്തിട്ട് ആ ഒരു ഡ്രോയിങ്ങിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് എംബ്രോയിഡറിയിലോട്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ഒരു കുഞ്ഞ് ഇമേജ് കണ്ടാലും അതിനെ എങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി വെച്ച് ചെയ്താൽ, ഏത് വർക്ക് ചെയ്താലാണ് ഭംഗി കൂടുതൽ കിട്ടുക എന്ന് നമ്മൾ നോക്കുക. അപ്പം അങ്ങനെ എടുത്തൊരു ഡിസൈനാണ് ഞാൻ ഇന്ന്. സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രോയിങ് ആയിരുന്നു, അതാണ് ഞാൻ ഇന്ന് ഹാൻഡ് എംബ്രോയിഡറി ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ്, എത്രത്തോളം ഭംഗി വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം സാരി ചെക്കോട്ട സാരി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച കണ്ട ആ സെയിം കളർ തന്നെയാണ്, ഓഷ്യൻ ബ്ലൂ കളർ സാരിയാണ് ചെക്കോട്ട. അതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത് പിങ്കിൻ്റെ രണ്ട് ഷെയ്ഡ് പിങ്ക് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരുന്നത്. ഇന്നത്തെ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്യുവർ വൈറ്റ് ആൻഡ് ഡാർക്ക് ഒലീവ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പൊതുവേ ഞാൻ ലീഫ് തയ്ക്കാൻ നേരത്തെ ഒന്നെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ഫിഷ് ബോൺ ഫ്ലൈ സ്റ്റിച്ച് അങ്ങനെയൊക്കെ യൂസ് ചെയ്താണ് ഫില്ല് ചെയ്യാറ് ലീഫ്. അപ്പം ഈ ഡിസൈനിൽ ഞാൻ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് ബട്ടർഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ലീഫ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. സാരിയിൽ വരുമ്പോൾ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് കണ്ടു നോക്കാം. ഇതാണ് സാരി. സാരിയുടെ മുന്താണിയിൽ ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ട്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ 7.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീവ്സ് കുഞ്ഞു കുഞ്ഞു ലീവ്സ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ബട്ടർഫ്ലൈ സ്റ്റിച്ച് ഇച്ചിരി അകത്തി ഭയങ്കര അടുപ്പിച്ചല്ല, കുറച്ച് അകത്തി തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കെട്ട് വന്നേക്കുന്ന ഒത്തിരി പ്രൊജക്ഷൻ വന്നിട്ടില്ല. നമ്മൾ ആങ്കർ കോട്ടൺ ത്രെഡ് അല്ല, കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 6 strands ഇട്ട് തയ്ക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത് നമ്മൾ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, ആങ്കറിൻ്റെ തന്നെ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫുൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യെല്ലോ ആയാലും വൈറ്റ് ആയാലും ഗ്രീൻ ആയാലും എല്ലാം നമ്മൾ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും എല്ലാം സിംഗിൾ ഇതായിട്ടാണ്, പേൾ കോട്ടൺ ആണെങ്കിലും സിംഗിൾ ആയിട്ട് എടുത്തിട്ടാണ്, ത്രെഡ് എടുത്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് സ്റ്റെം സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചിൻ്റെ പുറത്ത് സ്റ്റെം സ്റ്റിച്ചും ഇത് ബട്ടർഫ്ലൈ സ്റ്റിച്ചുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിസൈനാണ് നമ്മുടെ മുന്താണിയിൽ വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചു തീർക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കാണാനുണ്ട്, തന്നെ നീളത്തിൽ ഉണ്ട്. അപ്പോൾ ഇത് റണ്ണിങ് പോർഷനിൽ വരുന്ന ഒരു ഡിസൈനാണ്. ഇത് മുന്താണിയിൽ വരുന്ന ഒരു ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒറ്റ ഫ്ലവർ ആയിട്ടുള്ള ഒരു ഡിസൈനും. അപ്പോൾ റണ്ണിങ് പോർഷനിൽ ആ കുഞ്ഞ് ഫ്ലവർ ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ ചെസ്റ്റ് പോർഷനിലാണ് വരുന്നത്. അവിടെ ഇതുപോലെ 2 ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗ്യാപ്പ് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 7.5 ഉണ്ട്, പ്ലസ് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ്, പിന്നെ 7.5 ഇഞ്ചിലത്തെ ഒരു ഡിസൈൻ. അങ്ങനെ 2 ഡിസൈൻ ആണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഈ സാരി അവൈലബിൾ ആണ്. അപ്പോൾ ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1350 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യാം. അപ്പം ഇനി ഇത് എങ്ങനെയാണ് തയ്ക്കേണ്ടത്, ഈ ബട്ടർഫ്ലൈ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കേണ്ടത്, ലീഫ് എങ്ങനെയൊക്കെയാണ് ശരിയാക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിൻ്റെ വീഡിയോയുടെ എൻഡിൽ, ഈ വീഡിയോയുടെ എൻഡിൽ ഈ പാറ്റേണും ഞാൻ ഇട്ടിട്ടുണ്ടാകും. ഞാനൊരു ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ പാറ്റേൺ ഇടാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ പാറ്റേൺ ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കണ്ടു നോക്കാം. ഇത് നമ്മളിപ്പോൾ റണ്ണിങ് പോർഷനിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വൈറ്റ് ത്രെഡ് ഇട്ടാണ് തയ്ക്കുന്നത്. ഇതെല്ലാം പേൾ കോട്ടൺ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പേൾ കോട്ടൺ ത്രെഡിൻ്റെ വൈറ്റ്, പേൾ കോട്ടൺ ത്രെഡിൻ്റെ തന്നെ ഗ്രീൻ, അത് ഇച്ചിരി ഡാർക്കർ ഷെയ്ഡാണ് ഗ്രീൻ. അതിൻ്റെ നമ്പർ കോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 269 ആണ് അതിൻ്റെ കോഡ്. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, 269 ആണ്. ആങ്കർ കോട്ടൺ ത്രെഡും ആങ്കർ പേൾ കോട്ടൺ ത്രെഡും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, കളർ കോഡ്സ് എല്ലാം. പേൾ കോട്ടൺ ത്രെഡ് എന്ന് പറഞ്ഞാൽ മതി.
പിന്നെ ഇതാണ് യെല്ലോയുടെ ഷെയ്ഡ് നമ്പർ പറയാൻ എൻ്റെ കയ്യിലില്ല, അത് തീർന്നു പോയതായിരുന്നു, ഓൾമോസ്റ്റ് തീർന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ പോയി. എനിക്ക് തോന്നുന്നത് ഇത് 291 അല്ലെങ്കിൽ 90 ആണ് എന്നാണ് എൻ്റെ വിശ്വാസം, ഈ യെല്ലോ കളർ. അപ്പോൾ ഈ 3 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പേൾ കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ സിംഗിളായിട്ടുള്ള എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ആദ്യം തന്നെ നമുക്ക് സ്റ്റെമ്മും അതുപോലെ തന്നെ ലീവ്സും തയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ സ്ട്രാൻഡ് പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ അല്ല, പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെം ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റെം സ്റ്റിച്ച് വേണം അങ്ങനെ എന്നില്ല, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഫ്ലവർ ആണെങ്കിലും ഞാനിപ്പോൾ കാണിച്ച സ്റ്റിച്ച് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സാണ് തയ്ക്കേണ്ടത്. അപ്പോൾ ലീവ്സ് തയ്ക്കാനായിട്ട് ഞാനിവിടെ ബട്ടർഫ്ലൈ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടർഫ്ലൈ സ്റ്റിച്ച് തയ്ക്കണമെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈനിലായിരുന്നു ബട്ടർഫ്ലൈ സ്റ്റിച്ച് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു വാട്ടർ ഡ്രോപ്പ് ഷേപ്പാണ്. അപ്പോൾ ഇവിടുന്ന് ആ ലീഫിൻ്റെ നടുക്കുന്ന സെൻറ്ററിൽ നിന്ന് മേളിലോട്ട് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യണം, സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കണവരെ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ സൈഡിൽ നിന്ന് എടുക്കുന്നു, ആ വരച്ച വരയിൽ കൂടെ ഡിസൈൻ പാറ്റേണിൻ്റെ അതിലെ കൂടെ എടുത്തിട്ട് ഇപ്പുറം കുത്തുന്നു. ഇതിൻ്റെ ഗ്യാപ്പ് ഞാൻ ഒത്തിരി അടുപ്പിച്ചല്ല ചെയ്യുന്നത്, കുറച്ച് അകത്തി. അപ്പോൾ ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പോൾ ക്രോസ് മാതിരിയാണ് നമ്മൾ തയ്ക്കുന്നത്. വീണ്ടും താഴെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ കുത്തിപ്പൊക്കുന്നത്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ താത്തുക. ഇത് അടുപ്പിച്ചെടുത്താൽ ഒത്തിരി തടിച്ച് നിൽക്കും. നമ്മൾ അത്രയും തടിച്ച് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി അകത്തിയാണ് നമ്മൾ തയ്ക്കുന്നത്, ഒത്തിരി അടുപ്പിച്ചല്ല. എക്സ് പോലെ നമ്മളങ്ങ് തയ്ച്ചാൽ മതി. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ക്രോസ് ചെയ്ത് തയ്ച്ചാൽ മതി. ഇങ്ങനെ ഒരു ലീഫ് അഴിച്ചു. ഇതുപോലെ തന്നെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മറ്റേത് അടിയിൽ കൂടെ തന്നെ ഞാൻ എടുക്കുകയാണ്. കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള കാരണം അടിയിൽ കൂടെ തന്നെ വലിച്ചെടുക്കുകയാണ്. കൃത്യം സെൻറ്ററിൽ കൂടെ നമ്മൾ എടുക്കുന്നു. പിന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ എടുത്തിട്ട് ഒത്തിരി അകത്തി എടുക്കണ്ട, എന്നാൽ ഒത്തിരി അടുപ്പിച്ചു കൊടുക്കണ്ട, ആ ഒരു രീതിയിൽ ഒത്തിരി ഗ്യാപ്പിട്ട് എടുക്കുക. ഇതിപ്പം നിങ്ങൾ ആങ്കർ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്താൽ തയ്ക്കണമെങ്കിൽ ഒരു 3 സ്ട്രാൻഡ്സിൽ തയ്ച്ചാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ കൂടി വന്നാൽ 4 സ്ട്രാൻഡ്സ്, അതിൽ കൂടുതൽ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പെറ്റലല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫില്ലായി പോകും. അപ്പോൾ അതുകൊണ്ട് 6 സ്ട്രാൻഡ്സിൻ്റെ ആവശ്യമില്ല, 3 മതി. 3 or 4, അതിൽ കൂടുതൽ പോകണ്ട. പിന്നെ നീഡിലിൻ്റെ സൈസ്, ഞാനങ്ങനെ നീഡിലിൻ്റെ സൈസ് നോക്കിയിട്ടല്ല തയ്ക്കുന്നത്. ഏത് നീഡിലും ത്രെഡ് കയറുക, ആ നീഡിലൊക്കെ ഞാൻ ആ നീഡിലാണ് ഞാൻ എടുക്കുന്നത്. അല്ലാണ്ട് പെർട്ടിക്കുലർ ഒരു സൈസ് നോക്കിയിട്ടല്ല ഞാൻ തയ്ക്കാൻ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ലീവ്സ് എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറാണ് തയ്ക്കുന്നത്. ഫ്ലവറിൻ്റെ ഇത് തയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിൽ ഒരു ഓവൽ ഷേപ്പ് ഉണ്ട്, അത് തയ്ക്കാം. അത് നമ്മൾ യെല്ലോ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അതും സിംഗിളായിട്ട് എടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാനുണ്ട്. ഒന്ന്, അത് ഒത്തിരി നീളത്തിലെടുക്കരുത്. നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം പറ്റുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ അറ്റം നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെ സ്പ്ലിറ്റായി പോയേക്കണം കേട്ടോ. ത്രെഡ് ഇങ്ങനെ സ്പ്ലിറ്റായി പോകും.
അപ്പം അതുകൊണ്ട് ഒത്തിരി നീളത്തിലെടുക്കരുത്, പിന്നെ പെട്ടെന്ന് കെട്ടുകൂടാൻ ചാൻസ് കൂടുതലാണ് ഒത്തിരി നീളത്തിലെടുത്ത ഇത് ചെയ്യുമ്പം. അതൊക്കെ പിന്നെ ഇത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കെട്ടിടുമ്പോൾ നല്ലോണം നോട്ടിടണം, 2 വട്ടം മുറുക്കി വലിച്ച് തന്നെ കെട്ടിടണം. ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് ഊരിപ്പോരും. നമ്മുടെ കോട്ടൺ ത്രെഡ് പോലെയല്ല പേൾ ത്രെഡ്. അപ്പോൾ ഇനിയിപ്പോൾ ഓവൽ ഷേപ്പിൻ്റെ ഇവിടെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച്, അത് നമുക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ഇങ്ങനെ ചെയ്ത് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചെരിച്ച് സ്ലാൻഡിങ് പൊസിഷനിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളിങ്ങനെ സ്ലാൻഡിങ് ചെരിച്ചായിട്ട് നമ്മൾ ഇവിടെ ഈ ഓവൽ ഷേപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കൂടെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് തയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ ഹോളിൽ കൂടെ ചിലപ്പം കെട്ടിട്ടത് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാനായിട്ട്. സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ ആ ഹോളിൽ കൂടെ ഇപ്പോൾ ഈ ചെക്കോട്ട ആയതുകൊണ്ട് ചെക്സിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ നോട്ട് പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണേ. അപ്പോൾ ഇതുപോലെ ചുറ്റും ഇപ്പം നമ്മൾ തയ്ച്ച സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ചതിൻ്റെ ചുറ്റും നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ തയ്യലിൻ്റെ പുറത്തേക്കൂടെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. 2 രീതിയിൽ തയ്ച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ഉടക്കി വെച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഷേപ്പ് അത് കിട്ടുക. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് ചെയ്താൽ മതി. അപ്പം കുറച്ചും കൂടെ നമുക്ക് ഷേപ്പ് കണ്ടിന്യൂസ് ആയി അങ്ങനെ തയ്ച്ച് പോകുമ്പോൾ ഇവിടെ ആ കർവിൻ്റെ ഇവിടെ ഇങ്ങനെ വളഞ്ഞിരിക്കും സ്റ്റെം സ്റ്റിച്ച് കണ്ടിന്യൂസ് തയ്ച്ച് പോകുമ്പോൾ. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ തയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഈ യെല്ലോ പോർഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ പൊങ്ങിയിരുന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഇങ്ങനെ ഉടക്കി വെച്ചാൽ ആ ഗ്യാപ്പ് ഫീൽ ചെയ്യണത് കുറച്ചും കൂടെ ഒഴിവാക്കാം. ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്ലൈനാണ്, ഈ ഫ്ലവറിൻ്റെ ഔട്ട്ലൈനാണ് നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നോട്ടിടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഒന്ന് ത്രെഡ് ഒരു സ്ഥലത്ത് ത്രെഡ് എടുക്കുകയാണെങ്കിൽ പിന്നത്തെ നോട്ടിടുമ്പോൾ വേറെ സ്ഥലത്ത് ത്രെഡ് എൻ്റെ അടിയിൽ കൂടെ പോയിട്ട് നോട്ടിടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഊരിപ്പോയിട്ടില്ല, എല്ലാ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്ന കാരണം. നല്ലോണം വലിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലീഫ് ബട്ടർഫ്ലൈ സ്റ്റിച്ചും ബാക്കിയെല്ലാം സ്റ്റെം സ്റ്റിച്ചും, ഈ യെല്ലോ കളറിൽ മാത്രം ഇച്ചിരി സാറ്റിൻ സ്റ്റിച്ചുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കണ്ടോ, ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ അധികം ഒരു നൂല് വലിക്കുന്നതാട്ടെ സിമ്പിൾ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ അധികം നൂല് വലിക്കേണ്ട ആവശ്യം വരുന്നില്ല, നോട്ട് ഇടേണ്ട ആവശ്യവും വരുന്നില്ല. ത്രെഡ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം തന്നെ നോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ടൊക്കെ ബാക്ക് സൈഡും വളരെ വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ, ഇതിൻ്റെ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.